സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വാങ്ങുന്നവർ ഓഗസ്റ്റ് മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് കേരളൈസ് മീഡിയ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. സംസ്ഥാനത്ത് നിലവിൽ 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട്. എന്നാൽ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ മുടങ്ങാതെ എല്ലാ മാസവും സംസ്ഥാന സർക്കാർ 1 മാസത്തെ പെൻഷൻ തുകയെങ്കിലും വിതരണം ചെയ്തു വരികയാണ്. ജൂലൈ മാസം അവസാനം ആരംഭിച്ച ക്ഷേമ പെൻഷൻ 1600 രൂപയുടെ വിതരണം ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്കാണ് പ്രധാനമായും ഇപ്പോൾ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേമ പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് നാഷണൽ ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം വഴി വിതരണം ചെയ്യുന്ന 200 രൂപ, 300 രൂപ, 500 രൂപ എന്നീ തുകകൾ ഇവയുടെ വിതരണവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തിലും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നും ഉറപ്പായിട്ടുണ്ട്. ഇതോടൊപ്പം കുടിശ്ശികയായിരിക്കുന്ന 5 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയിൽ 2 മാസത്തെ തുക ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതായത് നിലവിൽ ഓരോ മാസവും 1600 രൂപ വിതരണം ചെയ്യുമ്പോൾ തന്നെ ഈ വർഷം 2 തവണ കുടിശ്ശികയായിരിക്കുന്നതിൽ ഒരു ഗഡു കൂടി ചേർത്ത് 3200 രൂപയായി വിതരണം ചെയ്യും. അതിൽ 1 മാസത്തെ ഗഡു വിതരണം ഓണത്തിനോടനുബന്ധിച്ചായിരിക്കുമെന്ന് വ്യക്തമായിട്ടുണ്ട്. സെപ്റ്റംബർ മാസം പകുതിയോടടുത്താണ് ഇത്തവണ ഓണം വരുന്നത്. അതിനാൽ ഓഗസ്റ്റ് മാസം അവസാനം വിതരണം ചെയ്യുന്ന പെൻഷനൊപ്പമോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ആ മാസം 10-ാം തീയതിയോടടുത്ത് വിതരണം ചെയ്യുകയോ ചെയ്യാം. ആ വിതരണത്തോടൊപ്പം ഒരു കുടിശ്ശിക ഗഡു കൂടി ചേർത്ത് വിതരണം ചെയ്തേക്കാം. ഇതിനാൽ ആഗസ്റ്റ് മാസത്തെ പെൻഷനൊപ്പം അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തെ പെൻഷനൊപ്പം ഒരു ഗഡു കൂടി ചേർന്ന് 3200 രൂപയുടെ വിതരണമായിരിക്കും സംസ്ഥാനത്ത് നടക്കുക. ഇതിനിടെ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനും മറ്റ് ഭരണ ചിലവുകൾക്കുമായി 3000 കോടി രൂപ കടമെടുക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. റിസർവ് ബാങ്കിന്റെ മുംബൈ പോർട്ട് ഓഫീസിലെ ഈ കുബേർ സംവിധാനം വഴി കടപ്പത്രം ഇറക്കിയാണ് ഈ മാസം 3000 കോടി രൂപ കടം എടുക്കുക. മറ്റൊരു അറിയിപ്പ്, സംസ്ഥാനത്ത് 2023 ഡിസംബർ 31 വരെ പെൻഷൻ ലഭിച്ചിരുന്ന എല്ലാവരും അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നടന്നുവരുന്ന വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. ജൂൺ 25-ന് ആരംഭിച്ച പെൻഷൻ മസ്റ്ററിംഗ് ഈ മാസം 24-ന് അവസാനിക്കും. പെൻഷൻ മസ്റ്ററിംഗിന്റെ അവസാന ദിവസങ്ങളിൽ കനത്ത തിരക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ചിലരുടെ ബയോമെട്രിക് അതായത് വിരലടയാളങ്ങൾ തെളിയാത്തത് മൂലം മസ്റ്ററിംഗ് പരാജയപ്പെടാറുണ്ട്. ഇത്തരത്തിൽ മസ്റ്ററിംഗ് പരാജയപ്പെട്ടാൽ അവർ മസ്റ്ററിംഗ് ഫെയിൽഡ് എന്ന അക്ഷയ കേന്ദ്രത്തിലെ സ്ലിപ്പിനൊപ്പം ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. കിടപ്പ് രോഗികളും മറ്റു രോഗാവസ്ഥയിലുള്ളവരും അതായത് നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ സാധിക്കാത്തവരുടെ വിവരങ്ങൾ പഞ്ചായത്ത് ഓഫീസിലോ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ നൽകേണ്ടതാണ്. ഇതിനുശേഷം അക്ഷയ ജീവനക്കാർ ബയോമെട്രിക് ഉപകരണങ്ങളുമായി കിടപ്പ് രോഗികളുടെയും മറ്റും വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് ഓഗസ്റ്റ് 24-നുള്ളിൽ പൂർത്തിയാക്കിയിരിക്കണം. ഓഗസ്റ്റ് 24-നുള്ളിൽ പൂർത്തിയാക്കാത്തവർക്ക് തുടർന്നുള്ള മാസങ്ങളിൽ പെൻഷൻ ലഭിക്കുന്നതല്ല. പിന്നീട് അവർ എന്നാണോ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് ആ മാസം മുതലുള്ള പെൻഷൻ തുകയായിരിക്കും അവർക്ക് ലഭിക്കുക. ഇതിനിടയിൽ വരുന്ന മാസങ്ങളിലെ പെൻഷൻ നഷ്ടപ്പെടുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കേരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളൈസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.